ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണം CPM കോൺഗ്രസ് വിമത മുന്നണിയായ സഹകരണ ജനാധിപത്യ മുന്നണിക്ക് സംഘർഷഭരിതമായ തിരഞ്ഞെടുപ്പിനൊഴിവിൽ 11 സീറ്റുകളിൽ മുഴുവൻ സീറ്റുകളും നേടിയാണ് സഹകരണ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയത്. ബാങ്ക് ചെയർമാനായി അഡ്വക്കേറ്റ് GC പ്രശാന്ത് കുമാർ തന്നെ തുടരും. അതേസമയം തിരഞ്ഞെടുപ്പിൽ CPM വ്യാപകമായി കള്ളവോട്ട് ചെയ്തുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. രാത്രി 8 മണിക്കാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത്. ആകെയുള്ള 11 സീറ്റുകളിൽ 7 എണ്ണത്തിൽ കോൺഗ്രസ് വിമതരും 4 എണ്ണത്തിൽ CPIM പ്രവർത്തകരും വിജയിച്ചു. മുഴുവൻ വിജയികളും മത്സരിച്ചത് സഹകരണ ജനാധിപത്യ മുന്നണിയുടെ പാനലിലായിരുന്നു. വോട്ടെടുപ്പ് തുടങ്ങിയ രാവിലെ 8 മണി മുതൽ അവസാനിക്കുന്ന 4 മണി വരെ സംഘർഷഭരിതമായിരുന്നു. CPIM പിന്തുണയോടെ സഹകരണ ജനാധിപത്യ മുന്നണി എന്ന പേരിൽ കോൺഗ്രസ് വിമതരും DCCയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഔദ്യോഗിക പക്ഷവും ഏറ്റുമുട്ടിയ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ആരോപണവും തെരുവ് യുദ്ധവും അരങ്ങേറി. തെരഞ്ഞെടുപ്പ് പോലീസിന്റെയും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെ CPIM അട്ടിമറിച്ചെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. കോടതി അലക്ഷ്യത്തിന് ഉദ്യോഗസ്ഥർക്കെതിരെയും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും കോടതിയെ സമീപിക്കുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ വ്യക്തമാക്കി. വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാരെ അടിച്ചോടിക്കുന്ന CPM-കാരന് ഷൈക്കൻഡ് കൊടുക്കുന്ന നടപടിയാണ് ഇന്നവിടെ പോലീസ് സ്വീകരിച്ചത്. ഞങ്ങൾ കോടതി അലക്ഷ്യത്തിനെതിരെ പോലീസിനെയും സഹകരണ വകുപ്പിനെയും പ്രതിയേർത്തുകൊണ്ട് തിങ്കളാഴ്ച ഹർജി ഫയൽ. തിങ്കളാഴ്ച. എന്നാൽ കള്ളവോട്ട് നടത്തിയത് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ M മെഹബൂബ് ആരോപിച്ചു. CPIM പിന്തുണയുള്ള ജനാധിപത്യ സഹകരണ മുന്നണി വിജയിച്ചതോടെ നേരത്തെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട അഡ്വക്കേറ്റ് GC പ്രശാന്ത് കുമാർ തന്നെ ബാങ്കിന്റെ ചെയർമാനായി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഞങ്ങൾക്ക് വേദനയുണ്ട്. കാരണം കള്ളവോട്ട് ചെയ്തത് കോൺഗ്രസ്സുകാരാ, ഞങ്ങളല്ല. 14 കള്ളവോട്ട് കോൺഗ്രസ്സുകാർ ചെയ്തപ്പോൾ ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ സഹകരണ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ ബാങ്കായ ഈ ചേവായൂർ ബാങ്ക് അതിന്റെ സാരഥിയായി അഡ്വക്കേറ്റ് പ്രശാന്ത് കുമാർ തന്നെ വരണമെന്ന് അതിന് അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ടീമാണ് ഇവിടെ ഇന്ന് ഭരണസമിതി ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് പുതിയ ഭരണസമിതി അധികാരമേൽക്കുകയും ചെയ്തു. ന്യൂസ് മലയാളം, കോഴിക്കോട്.